ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ധന്യാസ് ലിറ്റിൽ വേൾഡ്. തേങ്ങ പറിപ്പിക്കാനായി ഒരുത്തനെ തെങ്ങി കയറ്റിയതാ. അവൻ പറിച്ചു കൊടുത്ത് ഇതാ കിടക്കുന്നു ഒരു കുല പച്ച തേങ്ങയും കൂടെ. ഏതായാലും താഴെ വീണ് പോയില്ലേ, എന്തെങ്കിലും ചെയ്യണം. അന്ന് തേങ്ങാക്കൊത്തും കൊണ്ട് ഒരു കറി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടി അമ്മച്ചി ഇതാ തേങ്ങ ഇവിടെ പൊതിച്ചെടുക്കുകയാണ്. ഇതിന് കുറച്ച് പച്ച തേങ്ങയാണ് നല്ലത്. കണ്ടോ, ഇത്രയും ഒരു പച്ച തേങ്ങ, മൂപ്പത്താത്ത തേങ്ങ. അപ്പം അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇപ്പം നമ്മൾ തേങ്ങ പൊട്ടിച്ച് ഒരു പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസസ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കനം കുറച്ചിട്ട് വേണം ഇത് അരിയാൻ. തേങ്ങയിലേക്ക് നമുക്ക് മസാലയൊക്കെ പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു തിക്നെസ് മതി. അതിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, അതുപോലെ നമുക്ക് പുളിയും വേണം. ഞാൻ ഈ കൂട്ടത്തിൽ എടുത്ത് വെക്കാൻ വിട്ടുപോയതാണ്. ഇതാ വെളിച്ചെണ്ണ ആണ് ചൂടാക്കി വെച്ചേക്കുന്നത്. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പിലൊക്കെ കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയിൽ കിടന്ന് നന്നായി വാടി ഒന്ന് മുരിഞ്ഞു വരട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേറെ ഇതൊന്നും വേണ്ട. വളരെ കുറച്ച് പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. അത്രയും ടേസ്റ്റി ആയിട്ടാണ്. ഇതാ ഈ ഒരു പാകം മതി. ഇതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ 3 പൊടികളെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നോടം വരെ ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അല്ലിക്കുട്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇതാ കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം മതി, അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ തന്നെ പുളിയാണ്, നല്ല പുളിയുണ്ട് ഇതിന്. എന്നിട്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിലോട്ട് ഈ പുളിയും മുളകും ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ തേങ്ങാക്കൊത്ത് കഴിക്കാൻ. ഒരു തേങ്ങാക്കൊത്തും ഇതിൻ്റെ അകത്ത് ഒരു സാധനവും വേസ്റ്റ് ആക്കില്ല. ഇതിലിട്ടിരിക്കുന്ന മുളക് വരെ നമ്മൾ കഴിക്കും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ കറിയിലേക്ക് പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനിയാണ് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ പെട്ടെന്ന് വെന്തോളും. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഞാൻ മൂട മാറ്റിയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം കുറഞ്ഞു പോകാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ 1.5 ഗ്ലാസ് പാകമാണ്. ഇത് കറി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്ത് കടുക് പൊട്ടിക്കാം. ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കടുകും താളിക്കുന്നത്. വെളിച്ചെണ്ണ ആട്ടോ ഇത്തരം കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ കടുകും കൂടെ ചേർത്ത് പൊട്ടിക്കാം. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ.
ആയിട്ടുണ്ട്. നമുക്ക് കറീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കുറവാണെങ്കിൽ ചേർക്കാം. ഞങ്ങൾ ചേർത്തിട്ടുള്ള ഉപ്പ് പാകമായിരുന്നേ. ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ. ഇത് അപ്പം തന്നെ എടുക്കരുത് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കറി എടുക്കാൻ പാടുള്ളൂ. അപ്പത്തേനെ ഈ തേങ്ങാക്കൊത്തിലേക്ക് നല്ലോണം ഉപ്പും പുളിയും ഈ എരിവും ഒക്കെ അതിൻ്റെ അകത്തേക്ക് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതാ കറി ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള ഇത് ചാറൊക്കെ ഒന്നും കൂടി ഒന്നൊരു തിക്കായിട്ട് വരികയെ. കണ്ടോ, കാണാൻ തന്നെ എന്ത് രസമാണ്. തേങ്ങാക്കൊത്ത് അതിലും ടേസ്റ്റാണ്. എളുപ്പമുള്ള കറിയല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.